ഇത് ആദ്യമേ പറയേണ്ടതുണ്ട്. അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമകൾ വളരെ ഇഷ്ടത്തോടെയും ആവേശത്തോടെയും കണ്ട, ഇന്നും കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ ആദ്യകാല സിനിമകൾ മുതൽ സ്വയംവരം, കുടിയേറ്റം മുതലുള്ള സിനിമകളുടെയൊക്കെ ഒരു ആരാധകനുമാണ്. സിനിമകളുടെ ആരാധകനാണ്, അത് വ്യക്തിയുടെ ആരാധകനല്ല. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു ഒരു ചോദ്യത്തിന് മറുപടിയായി ചോദ്യമുയർത്തിയ ആളുടെ എൻറ്റിറ്റിയെ നിഷേധിക്കുക എന്ന് പറയുന്നിടത്ത് നമുക്ക് അദ്ദേഹത്തിന് കിട്ടിയ മറുപടി അതിനുള്ള കൃത്യമായ മറുപടിയാണ് യഥാർത്ഥത്തിൽ. നിങ്ങൾ നോക്കൂ, പുഷ്പവതി എന്ന് പറയുന്നത് കേരളത്തിൽ 20 വർഷത്തോളമായി പാടുന്ന സംഗീതജ്ഞയാണ്, കർണാടക സംഗീതജ്ഞയാണ്, അതോടൊപ്പം സിനിമാ പാട്ടുകൾ പാടിയിട്ടുള്ള ഗായികയാണ്, അതോടൊപ്പം സംഗീത നാടക അക്കാദമിയുടെ വൈസ് ചെയർപേഴ്സണാണ്. ഇതൊന്നുമല്ല അവർ ആദ്യം മറുപടിയായി പറഞ്ഞത്, ഞാനൊരു ഇന്ത്യൻ പൗരയാണ് എന്നാണ്. അതാണ് അവരും അടൂർ ഗോപാലകൃഷ്ണൻ തമ്മിലുള്ള വ്യത്യാസം. അവരാദ്യം പറഞ്ഞ മറുപടി അതൊന്നുമല്ല. ഇതൊക്കെയായി നിങ്ങൾക്ക് അവരെ അറിയുമോ അറിയില്ലേ എന്നതിനേക്കാളും പ്രസക്തമായൊരു വാചകമാണത്. ഞാനൊരു ഇന്ത്യൻ പൗരയാണ്. ഒരാൾക്ക് ഇത്രമേൽ സ്ത്രീ വിരുദ്ധവും തൊഴിലാളി വിരുദ്ധവും ദളിത് വിരുദ്ധവും ആത്യന്തികമായി ഭരണഘടനാ വിരുദ്ധവുമായ നിലയിൽ ഒരാൾ സംസാരിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് പ്രതിഷേധിക്കാനുള്ള അർഹത അവർ ഒരു ഇന്ത്യൻ പൗരയാണ് എന്നതാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ള ജ്ഞാനവാർദ്ധക്യങ്ങൾക്കൊക്കെ സംഭവിക്കുന്ന ഒരു പരിണാമം കേരളത്തിൽ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് വിലയിരുത്തേണ്ടതാണെന്ന് ഞാൻ കരുതുന്നു. കാരണം അടൂർ ഗോപാലകൃഷ്ണൻ അതിൻ്റെ ഒരു കൃത്യം സ്പെസിമെനാണ്. കേരളത്തിൽ ഒരു കാലത്തെ ഫ്യൂഡൽ ബന്ധങ്ങളിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് ഏറ്റവും സൂക്ഷ്മമായ തലത്തിലുള്ള ദൃശ്യങ്ങൾ കേരളത്തിന് സംഭാവന ചെയ്ത ചലച്ചിത്രകാരനാണ് അടൂർ. അദ്ദേഹത്തിൻ്റെ സിനിമകളിലാണ് നമ്മളത് കാണുക. ആ നിലയ്ക്ക് കേരളത്തിൻ്റെ സാമൂഹ്യ ഘടനയുടെ പരിണാമത്തെ അടയാളപ്പെടുത്തുന്ന സിനിമകൾ ചെയ്ത സംവേദനശേഷി ഉണ്ടായിരുന്ന ഒരാൾ ഇന്ന് എന്താണ് നമ്മുടെ നാട്ടിലെ പുതിയ ദളിത് പക്ഷം എന്നത്, സ്ത്രീപക്ഷം എന്നത്, സാമൂഹ്യ നിരീക്ഷണങ്ങൾ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്നത്, സാമൂഹ്യ മൂലധനം എന്താണ് എന്നത്, ഇതൊന്നും മനസ്സിലാവാത്ത ഒരാളായി പരിണമിക്കുന്നു എന്ന് പറയുന്നത് വല്ലാത്തൊരു പാരഡൈം ഷിഫ്റ്റാണ്. പക്ഷേ ശ്രീചിത്രൻ അദ്ദേഹത്തിന് അറിയാത്ത ചില മേഖലകളുണ്ട്. അദ്ദേഹത്തിന്റെ ജ്ഞാനവാർദ്ധക്യത്താൽ അദ്ദേഹത്തിന് കൺപായിക്കാൻ കഴിയാത്ത സ്ഥലങ്ങളുണ്ട്. അവിടെ നടക്കുന്ന വലിയ നീതി നിഷേധങ്ങളുണ്ട്. അതിനെപ്പറ്റിയൊന്നും അടൂരിന് ബോധ്യമില്ല എന്ന് പറയുന്ന ആ മേഖലയൊക്കെ അവിടെ നിൽക്കട്ടെ. അടൂർ എവിടെയാണ് പങ്കെടുത്തത്? ഒരു കോൺക്ലേവിലാണ്. സിനിമ പോലെ ഒരു സാംസ്കാരിക സംരംഭവുമായി ബന്ധപ്പെട്ട കൂടിയാലോചന വേദിയാണത്, അല്ലേ? അവിടെ മറ്റൊരു ബോധ്യങ്ങളും വേണ്ട. അടൂർ ഒരുപാട് ഇത്തരം വേദികളിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്. കൊടുക്കൽ വാങ്ങലാണ് അവിടെ നടക്കുന്നത്, അല്ലേ? അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക, ഏകപക്ഷീയമായി മറ്റുള്ളവരെല്ലാം വാങ്ങിക്കൊണ്ടിരിക്കുക, അതല്ല അതിന്റെ വിനിമയ സ്വഭാവം എന്ന ബോധ്യം എന്തായാലും അടൂരിനെ പഠിപ്പിക്കേണ്ടതില്ലല്ലോ. ഒരു റിഗറസ് ആയിട്ടുള്ള ട്രെയിനിങ്ങും വേണ്ടതില്ലല്ലോ. അപ്പോൾ അത് തന്നെ നിഷേധിക്കുന്ന സമീപനം അടൂർ പുലർത്തുന്നതിന് എങ്ങനെയാണ് കാണേണ്ടത്? മറ്റൊക്കെ നമുക്ക് സവിശേഷമായി അദ്ദേഹം പഠിക്കേണ്ട മേഖല എന്ന് പറയാം. അദ്ദേഹം ദൈനംദിനം ഇടപെടുന്ന മേഖലയുമായി ബന്ധപ്പെട്ട ഒരു സംവാദ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ ശരീരഭാഷ, അദ്ദേഹത്തിന്റെ ഭാഷ, അദ്ദേഹത്തിന്റെ മനോഭാവം അതെന്താണ്? ആ ബോധ്യം അദ്ദേഹത്തിന് ഉള്ളതായിട്ട് എനിക്ക് മുൻപും ബോധ്യമില്ല. ഇത് വെറുതെ തോന്നുക നിങ്ങൾക്ക്. അതായത് ഡീസെൻട്രലൈസ്ഡായി, വികേന്ദ്രീകൃതമായി ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച നടത്തുക, അങ്ങനെ ഈ സിനിമാ മേഖലയുടെ പല തലങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ഒത്തുചേർന്ന് ക്രമേണ ഒരു സിനിമാ നയം രൂപീകരിക്കുക, ഇതൊക്കെയാണല്ലോ കോൺക്ലേവിൽ നടക്കുന്നത്. അദ്ദേഹം മുൻപേ കണ്ടിരിക്കുന്ന ചലച്ചിത്ര രംഗത്തെ പ്രവർത്തനം അങ്ങനെയല്ല. ചില ആളുകൾ മുകളിൽ കസേരയുടെ മുകളിൽ കാലും കയറ്റിയിരുന്ന് നിർമ്മിച്ചെടുക്കുന്ന സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള, കേന്ദ്രീകൃതമായിട്ടുള്ള ചില നയങ്ങൾ താഴത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സംഭവം അദ്ദേഹം ആ പ്രസംഗത്തിൽ ഓർമ്മിച്ചല്ലോ. അവിടെ അത് വളരെ കൃത്യമാണ്. ചില തീരുമാനങ്ങൾ ചലച്ചിത്രത്തെ പറ്റി മഹാപണ്ഡിതന്മാരായ ഞങ്ങൾ എടുക്കുന്നു, ഞങ്ങൾക്ക് സമർപ്പിച്ച ചില റിപ്പോർട്ടുകളുണ്ട്, ഞങ്ങൾ ഇത്രയും കാലത്തെ പഠനത്തിലൂടെ ഉണ്ടാക്കിയ ചില അറിവുകളുണ്ട്, ആ അറിവുകൾ വെച്ച് ചലച്ചിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് ബാക്കിയുള്ള എല്ലാവരും ചെയ്യേണ്ടത് എന്ന നയമാണ് അടൂരിന് മുൻപേ ഉള്ളത്. അദ്ദേഹത്തിന് സംവാദക്ഷമത എന്ന് പറയുന്നത് വളരെ കുറവാണ്. അഭിമുഖമല്ല.